നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന, എവിടെയും പ്രശ്നങ്ങളുള്ള ഒരിടത്ത് നിന്ന് എങ്ങനെയാണ് ശക്തമായൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിയുക? അങ്ങനെയൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആധുനിക തിരുവിതാംകൂറിന് ജന്മം നൽകിയ ആ രാജാവിന്റെ കഥ. അപ്പോ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. നമ്മൾ പോകുന്നത് 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്കാണ്. ഏതാണ്ട് തകർന്നു പോകാറായി നിൽക്കുന്ന ഒരു കൊച്ചു രാജ്യത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇതാണ് വേണാട്. 1721 മാർത്താണ്ഡവർമ്മയ്ക്ക് ഭരിക്കാനായി കിട്ടിയ ആ ചെറിയ രാജ്യം. പക്ഷെ പേരിന് മാത്രമായിരുന്നു രാജ്യം. അകത്തെപ്പോഴും അടിയും പിടിയും, പുറത്തുനിന്നാണെങ്കിൽ ഒരുപാട് ഭീഷണികളും. അങ്ങനൊരവസ്ഥയിലായിരുന്നു വേണാട്. അപ്പോ മാർത്താണ്ഡവർമ്മ സിംഹാസനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഇങ്ങനെയൊരു പൈതൃകമാണ്. ഒരുതരം അരാജകത്വം തന്നെ. ചുറ്റും ശത്രുക്കൾ മാത്രം. ഭീഷണികളെന്ന് പറഞ്ഞാൽ പ്രധാനമായും 2 തട്ടിലായിരുന്നു. ഒന്ന്, രാജ്യത്തിനകത്തുനിന്ന് തന്നെ. 8 വീട്ടിൽ പിള്ളാമാരെ പോലുള്ള വലിയ ഫ്യൂഡൽ പ്രഭുക്കന്മാർ, പിന്നെ മാടമ്പിമാർ. ഇവരൊക്കെ രാജാവിനേക്കാൾ വലിയ ശക്തികളായി വിലസുകയാണ്. ക്ഷേത്രഭരണത്തിന്റെ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇനി രണ്ടാമത്തേതോ, അത് പുറത്തുനിന്നാണ്. ഡച്ചുകാരെ പോലുള്ള യൂറോപ്യൻ ശക്തികൾ. അവരുടെ കണ്ണ് ഇവിടത്തെ കുരുമുളക് വ്യാപാരത്തിലാണ്. ഇത്രയും പ്രശ്നങ്ങൾക്കു മുന്നിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിരുന്നു: വാളെടുക്കുക, രാജ്യം സുരക്ഷിതമാക്കുക, ഒരു യോദ്ധാവായ രാജാവായി മാറുക. അദ്ദേഹത്തിന്റെ സൈനിക നീക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ തന്ത്രപരമായിരുന്നു. 1734 കായംകുളവുമായി യുദ്ധം തുടങ്ങി. പിന്നെ വന്നു ആ ചരിത്രപ്രസിദ്ധമായ 1741 കുളച്ചൽ യുദ്ധം. അതിനുശേഷം കായംകുളം പൂർണ്ണമായി കീഴടക്കി. തെക്കുംകൂറും വടക്കുംകൂറുമൊക്കെ തിരുവിതാംകൂറിന്റെ ഭാഗമായി. അവസാനം 1753 ഡച്ചുകാരുടെ സഖ്യകക്ഷികളെയും തോൽപ്പിച്ചു. അങ്ങനെ ഓരോ വിജയത്തിലൂടെയും അദ്ദേഹം തിരുവിതാംകൂറിന്റെ അതിർത്തികൾ വലുതാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമല്ലായിരുന്നു. അത് വന്നത് കടൽ കടന്നാണ്. യൂറോപ്പിലെ അതിശക്തരായ ഡച്ചുകാരിൽ നിന്ന്. ഇതൊരു തരം ഡേവിഡ് വേഴ്സസ് ഗൊലിയാത്ത് പോരാട്ടം പോലെയായിരുന്നു. ഒരു വശത്ത് സ്വന്തം നാടിനെ രക്ഷിക്കാൻ പോരാടുന്ന മാർത്താണ്ഡവർമ്മയുടെ സൈന്യം, മറുവശത്തോ കച്ചവടം നിയന്ത്രിക്കാൻ വന്ന അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എല്ലാവരും കരുതിയത് തിരുവിതാംകൂറിന്റെ കഥ കഴിഞ്ഞു എന്നായിരുന്നു. ആ വർഷം 1741 അത് ചരിത്രത്തിലെ ഒരു നിർണായക വർഷമായി മാറി. കുളച്ചലിൽ സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. ചരിത്രത്തിലാദ്യമായി ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്പിലെ ഒരു വൻ നാവികശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. അതോടെ യൂറോപ്യന്മാർക്ക് തോൽവിയില്ല എന്ന ആ ധാരണ തന്നെ തകർന്നു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഡച്ച് കമാൻഡർ ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ വിശ്വസ്തനായി. അദ്ദേഹമാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിശീലിപ്പിച്ച് ഒരു ആധുനിക സേനയാക്കി മാറ്റിയത്. കുഴച്ചൽ യുദ്ധം കഴിഞ്ഞ് 12 വർഷത്തിനു ശേഷം 1753 മാവേലിക്കരയിൽ വെച്ച് ഒരു ഉടമ്പടി ഒപ്പുവച്ചു. അതോടെ ഡച്ചുകാരുടെ കഥ ഏതാണ്ട് കഴിഞ്ഞു. ഇവിടുത്തെ നാട്ടുരാജ്യങ്ങളുടെ ഒരു കാര്യത്തിലും ഞങ്ങളിനി ഇടപെടില്ലെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവരുടെ രാഷ്ട്രീയ സ്വാധീനം അതോടെ അവസാനിച്ചു. അങ്ങനെ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് രാജ്യം സുരക്ഷിതമായപ്പോൾ മാർത്താണ്ഡവർമ്മ തന്റെ രണ്ടാമത്തെ റോളിലേക്ക് മാറി. യോദ്ധാവിന്റെ കുപ്പായം അഴിച്ചുവെച്ച് ഒരു രാഷ്ട്രശില്പിയുടെ ജോലി അദ്ദേഹം തുടങ്ങി. ഭരണരംഗത്ത് അദ്ദേഹം കൊണ്ടുവന്നത് ഒരു അടിമുടി മാറ്റമായിരുന്നു. പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരമൊക്കെ എടുത്തുമാറ്റി. പകരം രാജ്യത്തെ മണ്ഡപത്തും വാതുക്കൾ എന്ന സോണുകളാക്കി തിരിച്ചു. ഓരോ സോണിനും കാര്യക്കാരെന്ന ഉദ്യോഗസ്ഥൻ. അതിനെ വീണ്ടും പകുതി അല്ലെങ്കിൽ ഗ്രാമങ്ങളാക്കി വിഭജിച്ചു. അവിടെ ഭരിക്കാനും നികുതി പിരിക്കാനും പ്രവർത്തിക്കാരെന്നൊരാൾ. ഏറ്റവും പ്രധാനം, ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് നേരിട്ട് രാജാവിനാണ്. അതായത് ഭരണം മുഴുവൻ കേന്ദ്രീകരിച്ചു. പിന്നെ അദ്ദേഹം ചെയ്തത് ആ കാലത്ത് ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്: ഒരു വലിയ ഭൂസർവേ. കണ്ടെഴുത്ത് എന്നായിരുന്നു അതിന്റെ പേര്. രാജ്യത്തെ മുഴുവൻ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്തി. ഇത് ദേവസ്വം ഭൂമി, അതായത് ക്ഷേത്രത്തിന്റേത്. ഇത് ബ്രഹ്മസ്വം, ബ്രാഹ്മണരുടേത്. ഇത് പണ്ടാരവക, അതായത് സർക്കാരിന്റേത്. ഇങ്ങനെ കൃത്യമായി തരംതിരിച്ചു. ഇതിൽ സർക്കാർ ഭൂമിക്കും സ്വകാര്യ ഭൂമിക്കും നികുതിയും ഏർപ്പെടുത്തി. ഇതോടെ നികുതി വെട്ടിപ്പൊക്കം നിന്നു. രാജ്യത്തിന്റെ വരുമാനം കുത്തനെ കൂടി. സാമ്പത്തിക കാര്യങ്ങളിലും അദ്ദേഹം ഒരു പുലിയായിരുന്നു. കുരുമുളക്, പുകയില പോലെയുള്ള പ്രധാന ഉൽപ്പന്നങ്ങളുടെയൊക്കെ കച്ചവടം സർക്കാരിന്റെ കുത്തകയാക്കി. കള്ളക്കടത്ത് തടയാൻ അതിർത്തികളിലൊക്കെ ചൗക്കകൾ എന്ന ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. പിന്നെ ഒരു വാർഷിക ബജറ്റ്. അതിന് പതിവ് കണക്ക് എന്നായിരുന്നു പേര്. കൃഷിക്കായി പുത്തൻ ഡാം പോലെയുള്ള അണക്കെട്ടുകൾ പണിതു.
ക്രമസമാധാനം നോക്കാൻ മരവപ്പട എന്ന പേരിൽ ഒരു പ്രത്യേക പോലീസ് സേനയും ഉണ്ടാക്കി. ശരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജ്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് ഇതൊന്നുമല്ലായിരുന്നു. അത് യുദ്ധക്കളത്തിലോ സാമ്പത്തിക രംഗത്തോ ആയിരുന്നില്ല. പകരം തികച്ചും ആത്മീയമായ ഒരു നീക്കമായിരുന്നു അത്. 1750 അദ്ദേഹം തൃപ്പടിദാനം എന്നൊരു ചടങ്ങ് നടത്തി. എന്താണെന്നല്ലേ? തന്റെ തിരുവിതാംകൂർ രാജ്യത്തെ മുഴുവനായി അവിടുത്തെ പ്രധാന ദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ഇതൊരു സാധാരണ പൂജയായിരുന്നില്ല. വളരെ ബുദ്ധിപരമായ, രാഷ്ട്രീയവും മതപരവുമായ ഒരു നീക്കമായിരുന്നു അത്. ഒന്നാലോചിച്ചു നോക്കൂ. രാജ്യം ഇനി മുതൽ തന്റേതല്ല, പത്മനാഭസ്വാമിയുടേതാണ്. താൻ വെറുമൊരു ദാസൻ മാത്രം. പത്മനാഭദാസൻ. അതായത് ഇനി രാജാവിനെയോ രാജ്യത്തെയോ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ദൈവത്തിനെതിരായ ആക്രമണമായി കണക്കാക്കും. അതൊരു പാപമാവും. എത്ര ബുദ്ധിപരമായ ഒരു സുരക്ഷാ കവചമാണ് അദ്ദേഹം ഇതിലൂടെ രാജ്യത്തിനു നൽകിയത്. ഈ ഭക്തി വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പുതുക്കിപ്പണിതു. പ്രശസ്തമായ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു. അതുപോലെ കുഞ്ചൻ നമ്പ്യാരെപ്പോലുള്ള വലിയ കവികളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കലയ്ക്കും സംസ്കാരത്തിനും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. അപ്പോൾ ഈ യോദ്ധാവിന്റെയും രാഷ്ട്രശില്പിയുടെയും കഥ നമ്മൾ കേട്ടു. എന്താണ് അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ മായാത്ത മുദ്രകൾ? എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൈതൃകം? ചുരുക്കി പറഞ്ഞാൽ, ചിന്നിച്ചിതറിക്കിടന്നൊരു നാടിനെ അദ്ദേഹം ഒന്നാക്കി ശക്തമായ തിരുവിതാംകൂർ എന്ന രാജ്യം ഉണ്ടാക്കി. യൂറോപ്യൻ ശക്തികളുടെ മുന്നേറ്റം ഇവിടെ തടഞ്ഞു നിർത്തി. ആധുനികമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നു. ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറയിട്ടു. ഇതിനെല്ലാമുപരി ഇന്നും നമ്മൾ കാണുന്ന ഗൊപ്പൊരു സാംസ്കാരിക പൈതൃകവും അദ്ദേഹം വളർത്തിയെടുത്തു. അതായത് അദ്ദേഹം വെറും നാട് പിടിച്ചടക്കുകയല്ല ചെയ്തത്, ഒരു രാഷ്ട്രം തന്നെ കെട്ടിപ്പടുക്കുകയായിരുന്നു. അവസാനമായി നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു പക്ഷേ മാർത്താണ്ഡവർമ്മ എന്നൊരാള് ഇല്ലായിരുന്നുവെങ്കില് എന്താകുമായിരുന്നു കേരളത്തിന്റെ ചരിത്രം? അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണവും ഇച്ഛാശക്തിയും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ദക്ഷിണേന്ത്യയുടെ ഭൂപടം പോലും മറ്റൊന്നായനെ, അല്ലേ?